അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കൊള്ളും. നീ എന്നതാടാ പോയി പറയുന്നത്? അന്ന് പേരിനൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നു? താലി കെട്ടാൻ നോക്കിയപ്പോഴല്ലോ നിലവിളക്കൊണ്ട് അവൾ എന്റെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറൂ? അതെന്നാ ഭസ്മോടാവേ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള കുഴയുന്നല്ലോ കുഴഞ്ഞല്ലോ. ഓം ജഗദ്ഗുരു ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീവം ഗിത്തിഗിച്ചാത്തതായതാസുഖം കൃഷ്ണായ ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീവം ഗിത്തിഗിച്ചാത്തതായതാസുഖം ഓം ശ്രീ വിഷ്ണുകൃഷ്ണായ ചിത്രബ്രഹ്മ സർവനമസ്കർമ്മങ്ങൾ ചുടലേക്ഷി വാഗേക്ഷി സ്വാഹ 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 ഓം ജഗദ്ഗുരു ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ സ്വാഹ. എന്തോ? ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ. അർപ്പണേ സ്വാഹ. കൈനീട്ടു. കൈനീട്ടു. കൈനീട്ടാൻ. ജഗന്യന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പമാവട്ടെ എളുപ്പമാവട്ടെ. നിർത്തൂ. ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും. അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മം എറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും. അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടൂ. ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. വത്സ, ഉണ്ണികൃഷ്ണ, നീ വസ്തു പറയൂ. അമ്മാവാ, ഹിന്ദുവിന്റെ കണ്ണുപൊട്ടാൻ പോകുന്നു. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നെ വിട.